തിരുവനന്തപുരം വിളപ്പിൽ ക്ഷേത്രത്തിന് സമീപം ഉദ്ഘാടനം നടക്കാനിരിക്കുന്ന വയോജന പാർക്കിന്റെ നടപ്പാത ഇടിഞ്ഞു വീണു. അടുത്തയാഴ്ച ഉദ്ഘാടനം ചെയ്യാനിരുന്ന പാർക്കിന്റെ നടപ്പാതയാണ് ഇടിഞ്ഞത്. വീടുകളിൽ വെള്ളം കയറിയതിനാൽ പലയിടത്തും ദുരിതമാണ്. സ്വാതന്ത്ര്യ സാജുവും സുനിഷ അയ്യലൂരുമുണ്ട് വിവരങ്ങളുമായി. ആദ്യം സ്വാതന്ത്ര്യയിലേക്കാണ്. സ്വാതന്ത്ര്യ, ഇപ്പോൾ നടപ്പാത ഇടിഞ്ഞു വീണിരിക്കുന്നു. എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്? സ്മൃതി, ഞാൻ നിൽക്കുന്നത് നടപ്പാത ഇടിഞ്ഞു വീണ ആ ഭാഗത്തല്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മേലാളന്നൂർ ഭാഗത്താണ്. ഇവിടെ വീടുകളിൽ വെള്ളം കയറിയ ആ ഭാഗത്താണുള്ളത്. ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം സുനിഷയാണ് ആ റോഡ് ഇടിഞ്ഞ ഭാഗത്ത് ഉള്ളത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുകയാണെങ്കിൽ ഇവിടെ തോട്ടുവരമ്പ് എന്ന് പറയുന്ന പ്രദേശത്താണ് നിൽക്കുന്നത്. റെയിൽവേ ട്രാക്കിനോടൊക്കെ അടുത്ത് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ നമുക്ക് കാണാം വീടുകളിൽ ഏതാണ്ട് ഒരു 5ഓളം വീടുകളിൽ വലിയ രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. രാവിലെ ഫയർഫോഴ്സിൻ്റെ ഒക്കെ സഹായത്തോടു കൂടി ഈ പ്രദേശത്തെ വീടുകളിൽ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. 4 വീടുകളിൽ നിന്നാണ് ഇപ്പോൾ ആളുകളെ മാറ്റിയിരിക്കുന്നത്. അതിൽ 3 പേര് ബന്ധുക്കളുടെ വീട്ടിലേക്കാണ് പോയിരിക്കുന്നത്. ഒരു കുടുംബത്തെ ഇപ്പോൾ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അദ്ദേഹമൊക്കെ വീട്ടിലൊക്കെ ചേച്ചിയുടെ വീടാണെന്ന് തോന്നുന്നല്ലേ? എപ്പോഴാണ് ഇത്രയും വെള്ളം കയറി? 11 മണിക്ക് ഇവിടെ വെള്ളം കയറുന്നു. രാത്രി, ഇന്നലെ രാത്രി. അപ്പം മാറാനോ ഇപ്പം എന്തുകൊണ്ടാണ് മാറാത്ത കാര്യം എന്താണ്? പോകാൻ ബുദ്ധിമുട്ട്. അദ്ദേഹത്തിന് വയ്യാത്ത ആളാണെന്ന് തോന്നുന്നല്ലേ? മോള് അവിടെ എൻ്റെ നെടുങ്കാട്ടെ താമസിക്കുന്നത്. പിന്നെ ഞാനും ജോലി. ഇവിടെ സ്ഥിരമായി വെള്ളം കയറുന്ന സ്ഥലമാണോ? അതെ അതെ. ഒരു മഴ സ്മൃതി, നമുക്ക് നോക്കുകയാണെങ്കിൽ കാണാം ഈ വീടിനകത്ത് ഒരു ആളുണ്ട്. ഈ ചേച്ചിയുടെ ഭർത്താവാണ്. അദ്ദേഹത്തിന് കാല് വയ്യാത്ത ആളാണ്, അസുഖബാധിതനാണ്. അദ്ദേഹത്തിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് തൽക്കാലത്തേക്ക് മാറാത്തത്. കുറച്ചുകൂടി മഴ പെയ്താൽ ബന്ധുവീട്ടിലേക്കോ മറ്റോ മാറുമെന്നാണ് അവർ പറയുന്നത്. ഇവിടെ കൗൺസിലറുണ്ട്. കൗൺസിലറോട് കൂടി നമുക്കൊന്ന് ചോദിക്കാം ഈ പ്രദേശത്തെ ഒരു അവസ്ഥ എങ്ങനെയാണെന്ന്. കൗൺസിലർ, എന്താണ്, എത്ര പേരെയാണ് നിലവിൽ ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്? എന്താണ് നിലവിലെ സ്ഥിതി? നിലവിലിപ്പോൾ ഇവിടെ 5 വീട്ടുകാരുള്ളത്. അതിൽ ഒരാളെ ക്യാമ്പിലോട്ടും 2 പേരെ ബന്ധുക്കളും കൊണ്ടുപോയി. പിന്നെ ഈ ചേച്ചിയാണ്. കാരണം മകള് നെടുങ്കാടുണ്ട്. അപ്പോൾ ഭർത്താവിന് ഇപ്പോൾ ഇതുവഴി പോകാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് മാറും എന്ന് പറഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ മറ്റ് ഇടങ്ങളിലേക്ക് അവസ്ഥ ഇതിന്റെ ബാക്കിലോട്ട് ഒക്കെ ഇതുപോലെ തന്നെയാണ്. എങ്ങനെയാണ് ഇവിടെ ഇത്രയും വെള്ളം കയറാനുള്ള ഒരു കാര്യം? നേരത്തെ ഇവിടെ വെള്ളം കെട്ടുള്ള പ്രദേശമാണ്. പക്ഷേ ഇപ്പോൾ ഇത്രയധികം കയറാൻ കാരണം ഇവിടെ റെയിൽവേ പാള ഇരട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് പണി നടക്കുകയാണ്. പണി നടക്കുമ്പോൾ ഈ കാണുന്നത് റെയിൽവേയുടെ ബൗണ്ടറിയാണ്. അപ്പോൾ ഇതിനകത്ത് ഞങ്ങൾ പല പ്രാവശ്യം MLA 2 പ്രാവശ്യം മീറ്റിംഗ് വിളിച്ചു. റെയിൽവേക്കാരെ അടക്കം ഞങ്ങളുണ്ടായിരുന്നു. അപ്പോഴൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ വെള്ളക്കെട്ടുള്ള സ്ഥലമാണ്, ഇവിടെ ഒരു ഓട വേണം. അപ്പോഴും അവർ പറഞ്ഞു ഇതുവഴി വെള്ളം പോവും, ഓട കെട്ടിത്തരാമെന്ന്. പക്ഷേ ഇപ്പോൾ ഈ ബൗണ്ടറിയാണ്. ഈ ബൗണ്ടറിക്കകത്ത് ഇപ്പോൾ കാണാൻ പറ്റും വെള്ളം ഇവിടെ കെട്ടി നിൽക്കുന്നത്. ഈ വെള്ളമാണ് ബാക്കിലോട്ട് കയറുന്നത്. അതുപോലെ അവിടെ ആ CIT റോഡിൽ നിന്ന് പോകുന്ന റെയിൽവേ ക്രോസിൻ്റെ അവിടെ അടിയിൽ കൂടെ ഒരു ഓടയുണ്ട്. അതും ഈ റെയിൽവേയുടെ ഭാഗമായിട്ട് മണ്ണെല്ലാം ഇടിച്ച് പഴയ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മരവും എല്ലാം മുറിച്ച് അവിടെ ഇട്ട്. ഓടയുടെ ഒരു അഭാവമാണ് ഈ വെള്ളം പോകാത്തത്. റെയിൽവേ ഇരട്ടിപ്പുമായി, റെയിൽവേയുടെ പാത ഇരട്ടിപ്പ് തൊട്ടപ്പുറത്തെ റെയിൽവേ ട്രാക്കാണ് സ്മൃതി. ആ പാത ഇരട്ടിപ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇവിടെ ഓടയില്ല. ഓടയില്ലാത്തത് കൊണ്ട് തന്നെ ഈ വെള്ളം ഒന്നും മറ്റ് ഒരിടത്തേക്കും ഇറങ്ങി പോകുന്നില്ല. ഈ പ്രദേശങ്ങളിലേക്കൊക്കെ തന്നെ, ഇവിടുത്തെ വീടുകളിലേക്കൊക്കെ തന്നെ ഇരച്ചു കയറുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഇവിടേക്ക് ഇന്നലെ രാത്രി തന്നെ വെള്ളക്കെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ആ വീട്ടിലെ ചേച്ചി പറഞ്ഞത്. എന്തായാലും നിരവധി ആളുകളെ ഫയർഫോഴ്സ് വന്ന് ഇവിടെ നിന്ന് നിലവിൽ മാറ്റിയിട്ടുണ്ട്. മറ്റ് വീടുകളിലേക്കൊന്നും, അകത്തോട്ടുള്ള വീടുകളിലേക്കൊന്നും നിലവിൽ വെള്ളം കയറിയിട്ടില്ല. ഇപ്പോൾ മഴയൊന്ന് തോർന്നു നിൽക്കുകയാണ്. പക്ഷേ വരും മണിക്കൂറിൽ മഴ ശക്തമാകുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് ഇതുപോലെ പലയിടങ്ങളിലും വലിയ രീതിയിൽ വെള്ളക്കെട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. രാവിലെ തന്നെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ തമ്പാനൂരായാലും ചാലയായാലും. ജനവാസ കേന്ദ്രത്തിനടുത്താണ് ഇപ്പോൾ സാന്ത്വനമുള്ളത്. പലരും ഇപ്പോൾ വീടുകളിൽ നിന്ന് മാറുന്ന അവസ്ഥയിലാണ്. അവിടെ മുഴുവൻ വെള്ളക്കെട്ടാണ് എന്നുള്ളതാണ്. ക്യാമ്പുകളിലേക്ക് പലരും മാറുന്നു. വിളപ്പിൽ ക്ഷേത്രത്തിന് സമീപം ഉദ്ഘാടനം നടക്കാനിരിക്കുന്ന വയോജന പാർക്കിന്റെ നടപ്പാതയും ഇടിഞ്ഞു വീണിട്ടുണ്ട്. അടുത്തയാഴ്ച ഉദ്ഘാടനം ചെയ്യാനിരുന്ന പാർക്കിന്റെ നടപ്പാതയാണ് ഇപ്പോൾ ഇടിഞ്ഞത്. സുനിഷ അയ്യലൂർ വിവരങ്ങളുമായി. സുനിഷ, അടുത്ത ആഴ്ച ഉദ്ഘാടനം നടക്കാനിരുന്നാണ് നടപ്പാത. എങ്ങനെയാണ് ഇപ്പോൾ ഇടിഞ്ഞു വീണിരിക്കുന്നത്? മഴയിലാണ് അല്ലേ? അതെ സ്മൃതി, കഴിഞ്ഞ രാത്രി മുതൽ ശക്തമായ മഴയാണ് തിരുവനന്തപുരത്തിന്റെ പല ഭാഗങ്ങളിലും ഉള്ളത്. അത്തരത്തിൽ തന്നെ മഴ ശക്തമായിരുന്നു. അതിന് പിന്നാലെയാണ് നമുക്ക് കാണാൻ കഴിയും നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നടപ്പാതയാണ് ഇപ്പോൾ വീണിരിക്കുന്നത്. അതായത് ഇവിടെ ഒരു വയോജന പാർക്ക് എന്നുള്ളതായിരുന്നു ആശയമായി ഉണ്ടായിരുന്നത്. ഇവിടെ ഈ ഇന്റർലോക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം നമുക്ക് കാണാൻ കഴിയും. ഇത് നടപ്പാതയാണ്. അതിന്റെ ഭാഗങ്ങളിലായി ഇരിക്കാനൊക്കെയുള്ള സൗകര്യം അതായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു നടക്കുകയും ചെയ്യുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇത്തരത്തിൽ ശക്തമായ മഴ ഉണ്ടാവുകയും നീരൊഴുക്ക് നമുക്ക് തന്നെ കാണാൻ കഴിയും. അവിടെ നീരൊഴുക്ക് ശക്തമാണ്. പിന്നാലെ തന്നെ ഇത് ഇടിയുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആളുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇപ്പോൾ വാർഡ് മെമ്പർ നമ്മളോടൊപ്പം ഉണ്ട്. ചേട്ടാ, എന്താണ് ഇങ്ങനെ ഇടിയാനുള്ളൊരു കാരണം? ഈ പ്രദേശം എന്ന് പറയുന്നത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ നമ്മൾ ഈ പൂക്കൃഷി ഉൾപ്പെടെ ചെയ്തിരുന്ന പ്രദേശമാണ്.
ഈ മണ്ണൊലിപ്പ് എന്ന് പറയുന്നത് മുകൾ ഭാഗത്തു നിന്ന് ശക്തമായ നീരൊഴുക്ക് ഇപ്പോഴും കാണാം. ഇപ്പോഴും നമുക്ക് ഈ ചിത്രങ്ങളിലൂടെ കാണാം. നീരൊഴുക്കിലൂടെ അതിശക്തമായ നീരൊഴുക്ക് വരികയും അത് 2 ദിവസം നീണ്ടു നിന്ന മഴ, കാലവർഷമാണ് ഈ കാലവർഷം നീണ്ടു നിന്നപ്പോൾ ഈ കെട്ടിന് ഇവിടെ നീരൊഴുക്ക് വന്നപ്പോൾ ഇവിടെ വന്ന ഈ കെട്ടിന് ശക്തമായിരുന്ന ഈ കെട്ട് ഈ ഇന്റർലോക്കിൽ വിള്ളൽ വരികയും ആ ഇന്റർലോക്കിലൂടെയാണ് ഈ കെട്ടിന് താഴ്ച വന്ന് ഇങ്ങനെ ഒരു വീഴ്ച വന്നിരിക്കുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ ഈ പ്രദേശം എന്ന് പറയുന്ന ഈ കുറച്ച് മണ്ണൊലിപ്പ് ശക്തമായുള്ള പ്രദേശമായിരുന്നു. അപ്പോൾ ശക്തമായി മഴ വന്നപ്പോഴത്തേക്കും ഈ വെള്ളത്തിന്റെ മണ്ണൊലിപ്പ് കൂടുതൽ വരികയും അങ്ങനെ ഈ കെട്ടിന്റെ ഇത് വരികയാണ് ഉണ്ടായിരിക്കുന്നത്. 58 ലക്ഷം ചെലവഴിച്ച് നിർമ്മിച്ചതാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇത് ബലപ്പെടുത്താൻ ഇനി എന്ത് നടപടിയാണ്? ഇതിനു വേണ്ടി ഇന്ന് രാവിലെ തന്നെ ഇവിടുത്തെ നമ്മുടെ കാട്ടാക്കടയുടെ MLA-യും അതുപോലെ തന്നെ നമ്മുടെ ഉദ്യോഗസ്ഥരെയും എയും ഓവർസിയറും അടക്കുന്ന ഉദ്യോഗസ്ഥരെല്ലാം തന്നെ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. അടിയന്തരമായി തന്നെ ഈ മഴക്കെടുതി നിന്നാൽ ഉടനെ തന്നെ പൂർവാധിക ശക്തിയിൽ ഇതിനെ ബലപ്പെടുത്തിക്കൊണ്ട് നിർമ്മാണ പ്രവർത്തനം ശക്തമാക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടത്. ശരി, അതാണ് ഈ നീരൊഴുക്ക് ശക്തമായതാണ് നിലവിൽ ഇപ്പോൾ ഇത് ഇടിയാനുള്ളൊരു കാരണമായി പറയുന്നത്. ഏതായാലും മറ്റ് അപകടങ്ങളില്ല. ഉടൻ തന്നെ ഇത് മാറ്റി ബലപ്പെടുത്തുന്ന നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് ഇവിടെ നിന്നും അറിയുന്നത്. പക്ഷേ ബലപ്പെടുത്തുന്ന നടപടികളിലേക്ക് കടക്കുമെന്നും പറയുമ്പോഴും ബലമില്ലാതെയാണ് നിർമ്മിക്കപ്പെട്ടതെന്നുള്ളതാണ് ഒരു മഴയ്ക്ക് തകർന്നു പോകുന്നതിന്റെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. സുനിഷ അയിലൂരും ഒപ്പം തന്നെ സാന്ത്വന സാജുമാണ് വിവരങ്ങൾ നൽകിയത്.